ടൈം ആൻഡ് വർക്കിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. അപ്പം കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ട് ഇതിലേക്ക് വരാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടിന്യൂസ് ഡേയ്സിൽ ആണ് ഈ എയും ബിയും ആൾക്കാർ വർക്ക് ചെയ്തിരുന്നെങ്കിൽ അങ്ങനെയുള്ള കോൺസെപ്റ്റായിരുന്നു ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിച്ചത്. സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ ഓൾട്ടർനേറ്റ് ഡേയ്സിലെ വർക്ക് കോൺസെപ്റ്റാണ്. അതായത് ഇപ്പം എയും ബിയും ഒരു ദിവസം വർക്ക് ചെയ്തു, സിയും രണ്ടാമത്തെ ദിവസം കയറി വന്നു, അല്ലെങ്കിൽ എ ഒരു ദിവസം, ബി രണ്ടാമത്തെ ദിവസം, സി മൂന്നാമത്തെ ദിവസം, അങ്ങനെ വർക്ക് ചെയ്തു പോകുന്നു. അങ്ങനത്തെ ഓൾട്ടർനേറ്റ് ഡേയ്സിലെ വർക്ക് കോൺസെപ്റ്റാണ് ഈ പാർട്ടിൽ നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ പാർട്ടിൽ കണ്ടിന്യൂസ് ഡേയ്സിലായിരുന്നു, ഇത് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോകാം. A, B and C can complete a work in 10, 15 and 20 days. If they work on alternate days while C begins, then what is the minimum number of days required to complete the work? അതായത് എയ്ക്കും ബിക്കും സിക്കും ഒറ്റയ്ക്ക് ഒരു വർക്ക് 10 ദിവസം കൊണ്ടും 15, 20 ദിവസങ്ങൾ കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഇനി എയും ബിയും സിയും ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ദിവസങ്ങളിൽ വന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഒരു ദിവസം എ വന്ന് വർക്ക് ചെയ്തു, രണ്ടാമത്തെ ദിവസം ബി വന്ന് വർക്ക് ചെയ്തു, മൂന്നാമത്തെ ദിവസം സി വന്ന് വർക്ക് ചെയ്തു. ഇങ്ങനെ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ ഈ വർക്ക് എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആവുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ സി ബിഗിൻസ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ഡേ എന്തായാലും സി ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. സെക്കൻഡ് ഡേ ആരാ വർക്ക് ചെയ്യുന്നത്? ഇപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ തോന്നും. സെക്കൻഡ് ഡേ ബി ആണോ എ ആണോ വർക്ക് ചെയ്യുന്നത്? നമ്മൾ നേരെ സിയുടെ മുകളിലുള്ള ബിയിലേക്ക് പോകും അല്ലേ? അങ്ങനെയല്ല, ഇവിടെ നമുക്ക് എടുത്ത് പറഞ്ഞിട്ടില്ല സി കഴിഞ്ഞിട്ട് ബി ആ വരുന്നതെന്ന്. അതുകൊണ്ട് നമ്മൾ സാധാരണ നോർമൽ ഇതിലേക്ക് പോകും. അപ്പോൾ എയിലേക്ക് പോകും. സെക്കൻഡ് ഡേ എ ആണ് വർക്ക് ചെയ്യുന്നത്, തേർഡ് ഡേ വന്നിട്ട് ബി വർക്ക് ചെയ്യും. ഇങ്ങനെയാണ് പോകുന്നത്. അപ്പം ഇങ്ങനെ പോവുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ആവുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ 3 ദിവസത്തെ കേസ് ഫസ്റ്റ് നോക്കാം. ഓക്കെ, അതിനു മുമ്പ് നമുക്ക് ഈ എഫിഷ്യൻസിയും ഇതൊക്കെ കണ്ടുപിടിക്കണ്ടേ, ടോട്ടൽ വർക്ക് ഡൺ ഒക്കെ. ഇത് ഞാൻ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതെന്ന് പറയുന്ന എഫിഷ്യൻസി, ഇതെന്ന് പറയുന്ന ടൈം, ടോട്ടൽ വർക്ക് ഡൺ. ഒന്നുകൂടെ പറഞ്ഞുതരാം. എയ്ക്ക് ഒറ്റയ്ക്ക് 10 ദിവസം കൊണ്ട് വർക്ക് ചെയ്യാം, ബിക്ക് 15 ദിവസം കൊണ്ട്, സിക്ക് 20 ഡേയ്സ് കൊണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് എത്രയാണ്? LCM ഓഫ് 10, 15, 20, അപ്പം 60 എന്ന് വരും. അപ്പോൾ ഇനി എയുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നത് ഈ വർക്ക് ഡണ്ണിനെ ഈ ടൈം വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 60 ഡിവൈഡഡ് ബൈ 10 = 6. ബിയുടെ എഫിഷ്യൻസി അപ്പം 60/15 4 എന്ന് വരും. സിയുടെ എഫിഷ്യൻസി 60/20 എത്രയാണ്? 3 എന്ന് വരും. ഇനി നമുക്ക് ആദ്യത്തെ 3 ദിവസങ്ങളിൽ ഇവരുടെ ടോട്ടൽ വർക്ക് ഡൺ എത്രയാണെന്ന് നോക്കാം. ആദ്യത്തെ ദിവസം സി വന്ന് വർക്ക് ചെയ്തല്ലേ? സിയുടെ എഫിഷ്യൻസി 3 ആണ്. രണ്ടാമത്തെ ദിവസം എ വന്ന് വർക്ക് ചെയ്തു, എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 6 ആണ്. മൂന്നാമത്തെ ദിവസം ബി വന്ന് വർക്ക് ചെയ്തു, ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 4 ആണ്. അപ്പം ഈ 3 ദിവസം കൊണ്ട് ഈ 3 പേര് എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്തു? 6 + 4 + 13 = 13 വർക്ക്സ്. അതായത് 3 ദിവസം കൊണ്ട് ഇവർ 13 വർക്ക് കംപ്ലീറ്റ് ആക്കി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 60 വർക്കാണ്. 60 വർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് 3 ദിവസം കൊണ്ട് 13 വർക്ക് കംപ്ലീറ്റ് ആക്കുമെങ്കിൽ എത്ര ദിവസം കൊണ്ടാണ് 60 വർക്ക് കംപ്ലീറ്റ് ആക്കേണ്ടതെന്ന്. ഇവിടെ നമുക്ക് ഈ 13ൻ്റെ മൾട്ടിപ്പിൾ എടുത്താൽ പോരെ. ഈ 13ൻ്റെ മൾട്ടിപ്പിൾ ആണോ 60? അല്ല. അപ്പം നമ്മൾ 60യുടെ തൊട്ട് മുമ്പുള്ള 13ൻ്റെ മൾട്ടിപ്പിൾ എടുക്കും. 60യുടെ തൊട്ട് മുമ്പുള്ള 13ൻ്റെ മൾട്ടിപ്പിൾ എത്രയാണ്? 52. 4 × 13. 4 × 13 = 52. ഇതല്ലേ 13ൻ്റെ 60യുടെ തൊട്ട് മുമ്പുള്ള മൾട്ടിപ്പിൾ. അപ്പം നമ്മൾ ഇതിനെ ഒരു 4 വെച്ച് രണ്ടിടത്തും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എത്ര വരും? 12 ഡേയ്സ് കൊണ്ട് 52 വർക്ക് കംപ്ലീറ്റ് ആക്കിയെന്ന് വരും അല്ലേ? ഇനി നമുക്ക് 13th ഡേ, 13ാമത്തെ ദിവസം ഇനി ആരാ വർക്ക് ചെയ്യാൻ പോകുന്നത്? ഇനി ആദ്യത്തെ 3 ദിവസത്തിൽ എൻഡ് ചെയ്ത് നിൽക്കുന്ന ബി ആണ്. അപ്പോൾ പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സി ആണ്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ഈ 13ാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആരാണ്? സി ആണ്. സിയുടെ എഫിഷ്യൻസി എത്രയാണ്? 3. അപ്പം 13ാമത്തെ ദിവസം സി വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പം 3 വർക്ക് കംപ്ലീറ്റ് ആക്കി. അപ്പം 55 വർക്ക് മൊത്തത്തിൽ ഇപ്പോൾ കംപ്ലീറ്റ് ആക്കി ഇരിക്കുവാണ്. അപ്പോൾ ഇനി 14th ഡേയിലേക്ക് പോവുക. 14th ഡേ ആരാ വരുന്നത്? 55 + എ ആണ് വരുന്നത് അല്ലേ? 6. എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 6 ആണ്. പക്ഷേ നമുക്ക് ആകെ ഇനി കംപ്ലീറ്റ് ആക്കാൻ 60 - 55 = 5 വർക്കും കൂടെ കംപ്ലീറ്റ് ആക്കാൻ ഇനി ഉള്ളൂ. അപ്പോൾ നമ്മൾ എ എന്ന് പറയുന്നത് അവിടെ 5 വർക്കാണ് ചെയ്യുന്നത്. എത്രയാണ് ഒരു ദിവസത്തിലേക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്? എത്രയാണ് എയുടെ ഒരു ദിവസത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത്? 6 ആണ്.
അപ്പം എഫിഷ്യൻസി എന്ന് പറയുന്നത് അതായത് ഒരു ദിവസം ചെയ്യാൻ പറ്റുന്ന വർക്ക് 6 ആണ്. അപ്പോൾ 5/6 അവിടെ എ ചെയ്തു. അതായത് 14ാമത്തെ ദിവസം 55 വർക്കും പിന്നെ ഒരു 5/6 വർക്കുമാണ് ചെയ്തത്. എന്ന് വെച്ചാൽ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ, 14th ഡേ ഫുള്ള് വേണമായിരുന്നോ വർക്ക് ചെയ്യാൻ? വേണ്ട. എത്ര ദിവസം വേണമായിരുന്നു? അതിൻ്റെ അകത്തൊരു 1/6 മിച്ചം ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് 13th ഡേ എന്തായാലും ഫുൾ വേണം വർക്ക് ചെയ്യാൻ. ബാക്കി മിച്ചമുള്ള എത്രയാണ്? ബാക്കി 5/6 വർക്ക് മാത്രം മതി. 5/6 വർക്ക് മാത്രം മതി. അതായത് 13 5/6 ഡേയ്സ് കൊണ്ടാണ് ഇവർ 3 പേരും കൂടെ വർക്ക് ചെയ്തതെന്ന് കിട്ടി. പറഞ്ഞത് മനസ്സിലായോ? ഞാൻ ഒന്നുകൂടെ പറയാം. 3 ദിവസം കൊണ്ട് 13 വർക്ക് സിക്കും എക്കും ബിക്കും കൂടെ കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അടുത്തത് നമുക്ക് അല്ലാണ്ട് നമുക്ക് ചെയ്തു പോകാം. എത്രയാ അടുത്തത്? 4 ദിവസം കൊണ്ട് പിന്നെ 13ൻ്റെ കൂടെ 3 ആഡ് ചെയ്ത് 16 വർക്ക് കംപ്ലീറ്റ് ആക്കും. അങ്ങനെ അങ്ങ് പോകുന്നത് ഭയങ്കര സമയമെടുക്കും. അതുകൊണ്ടാണ് നമ്മൾ ഒറ്റയടിക്ക് 60 കിട്ടാൻ വേണ്ടിയിട്ട് 13ൻ്റെ മൾട്ടിപ്പിൾ 60യുടെ തൊട്ട് മുമ്പ് വരുന്ന എത്രയാണ് നോക്കി. 60 മൾട്ടിപ്പിൾ അല്ലാത്തത് കൊണ്ട് 60യുടെ തൊട്ട് മുമ്പ് വരുന്ന 13ൻ്റെ മൾട്ടിപ്പിൾ നോക്കിയത് 52 ആണ്. സോ നമ്മൾ അത് 4 × 13 ആണ് 52. സോ നമ്മൾ രണ്ട് സൈഡിലും 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 12 ഡേയ്സ് കൊണ്ട് 52 വർക്ക് കംപ്ലീറ്റ് ആക്കുമെന്ന് മനസ്സിലായി. ഇനി 13 അപ്പം 13ാമത്തെ ദിവസം എത്ര വർക്ക് കംപ്ലീറ്റ് ആക്കും? സി ആണ് നെക്സ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 52 + 3 = 55 വർക്ക് കംപ്ലീറ്റ് ആക്കും. ബാലൻസ് ഇനി 5 വർക്കും കൂടി ഉള്ളൂ. പക്ഷേ നമുക്കിനി നെക്സ്റ്റ് വരാൻ പോകുന്നത് ആരാ? നെക്സ്റ്റ് വരാൻ പോകുന്നത് എ ആണ്. പക്ഷേ എക്ക് 6 വർക്ക് ചെയ്യാൻ പറ്റും ഒരു ദിവസത്തിൽ. പക്ഷേ ഇനി മിച്ചം 5 വർക്കേ ഉള്ളൂ. എന്ന് വെച്ചാൽ 14ാമത്തെ ദിവസം എക്ക് ഫുള്ള് വേണോ? എക്ക് ആ 14ാമത്തെ ദിവസം അതായത് ഒരു ദിവസം ഫുള്ള് വേണ്ട. അപ്പോൾ 13 ദിവസവും 14ാമത്തെ ദിവസത്തിൻ്റെ 5/6 പാർട്ടും അതായത് 13 5/6 ഡേയ്സ് മതി മൊത്തത്തിൽ ഈ എക്കും ബിക്കും സിക്കും കൂടെ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. A, B and C can complete the work in 10 days, 15 days and 20 days. A and B started the work, and if C joins them on every third day, then in how many days the work will be completed? ഇവിടെ പറഞ്ഞിരിക്കുന്നത് എക്കും ബിക്കും സിക്കും 10, 15, 20 ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഒറ്റയ്ക്ക്. ഇനി എയും ബിയും വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് എല്ലാ മൂന്നാമത്തെ ദിവസവും സി ജോയിൻ ആയിക്കൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇവരുടെ ഓരോരുത്തരുടെ എഫിഷ്യൻസി ആദ്യം കണ്ടുപിടിക്കണം. എ, ബി, സി. എക്ക് 10 ദിവസം കൊണ്ട്, ബിക്ക് 15, സിക്ക് 20 ഡേയ്സിൽ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്ന LCM ഓഫ് ദീസ് 3 അതെന്ന് പറയുന്നത് 60 ആണ്. അപ്പം എയുടെ എഫിഷ്യൻസി 60/10 6 എന്ന് വരും. ബിയുടെ എഫിഷ്യൻസി 4 എന്ന് വരും. സിയുടെ എഫിഷ്യൻസി 3 എന്ന് വരും. ഇനിയിപ്പോൾ ആദ്യത്തെ 2 ദിവസം ടോട്ടൽ വർക്ക് ഡൺ 60 ആണെന്ന് ഓർത്തിരിക്കണേ. ആദ്യത്തെ 2 ദിവസം ആരാണ് വർക്ക് ചെയ്തത്? എയും ബിയും കൂടെ ആദ്യത്തെ 2 ദിവസം വർക്ക് ചെയ്തു. അതായത് എയുടെ എഫിഷ്യൻസി 6ഉം ബിയുടെ എഫിഷ്യൻസി 4ഉം. അതായത് ഫസ്റ്റ് 2 ഡേയ്സ് അതായത് 2 ദിവസം എടുത്തു. 2 ദിവസം എത്രയാണ്? 20 വർക്ക് എയും ബിയും കൂടെ കംപ്ലീറ്റ് ആക്കി. ഇനി മൂന്നാമത്തെ ദിവസം ഈ 20 വർക്ക് കംപ്ലീറ്റ് ആക്കിയേ. ഇനി മൂന്നാമത്തെ ദിവസം നമ്മുടെ സിയും കൂടെ ജോയിൻ ചെയ്തു. അതായത് എ + ബി + സി. ഇതാണ് മൂന്നാമത്തെ ദിവസം. അപ്പം മൂന്നാമത്തെ ദിവസം എയുടെ വർക്ക് എത്രയാണ്? 6, ബിക്ക് ചെയ്യാൻ പറ്റുന്നത് 4, 3ക്ക് ചെയ്യാൻ പറ്റുന്നത് 3. അപ്പം 13 വർക്കാണ് മൂന്നാമത്തെ ദിവസം അവർ കംപ്ലീറ്റ് ആക്കിയത്. മൂന്നാമത്തെ ദിവസം 13 വർക്ക് കംപ്ലീറ്റ് ആക്കി. ഇപ്പോൾ ടോട്ടൽ എത്ര വർക്ക് കംപ്ലീറ്റ് ആയി? 33 വർക്ക് കംപ്ലീറ്റ് ആയല്ലേ? 33 വർക്ക് ഇപ്പം ടോട്ടൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ബാലൻസ് എത്ര വർക്കും കൂടെ ഉണ്ട്? 60 - 33 വർക്കും കൂടെയാണ് ഇനി ബാലൻസ് കംപ്ലീറ്റ് ആക്കാനുള്ളത്. അതായത് 27 വർക്കും കൂടെ. ഇനി ഇതിപ്പോൾ എത്ര ദിവസം വർക്ക് ചെയ്തു? ഇവരിപ്പം 2 ദിവസം, ഇത് മൂന്നാമത്തെ ദിവസമല്ലേ? അപ്പം മൂന്നാമത്തെ ദിവസം 13 വർക്ക് ചെയ്തു. ബാലൻസ് 60 - 33 27 വർക്കും കൂടെ കംപ്ലീറ്റ് ആക്കാനുണ്ട്. അപ്പോൾ ഇനി അടുത്ത ദിവസം ആരാ വർക്ക് ചെയ്യുന്നത്? അടുത്ത ദിവസം എന്ന് പറയുന്നത് 5ാമത്തെ ദിവസമല്ലേ? നാലാമത്തെ ദിവസമല്ലേ? 4ാമത്തെ ദിവസം ആരാ വന്ന് വർക്ക് ചെയ്യാൻ പോണത്? എയും ബിയും കൂടെ 4ാമത്തെ ദിവസം 5ാമത്തെ ദിവസം വർക്ക് ചെയ്യും. എന്നിട്ട് 6ാമത്തെ ദിവസമാണ് പിന്നെ സി ജോയിൻ ചെയ്യാം അല്ലേ?
അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത് ഇവർ തേർഡ് ഡേ എന്ന്. അപ്പോൾ ഇനി 2 ദിവസം A+B വർക്ക് ചെയ്യും. അതായത് A+B അപ്പോൾ ടോട്ടൽ വർക്ക് 20 വർക്ക് ചെയ്യും. അപ്പം മൊത്തം എത്ര വർക്കായി? 33 + 20 = എത്ര വർക്കാ? 53 വർക്ക് കംപ്ലീറ്റ് ആയല്ലേ. നമുക്ക് ബാലൻസ് എത്ര വർക്കുണ്ട്? 60 - 53 = 7 വർക്കും കൂടെ ഉണ്ട്. ഈ 7 വർക്ക് ഇപ്പം എത്ര ദിവസമായി? 2, 3, 4, 5 6ാമത്തെ ദിവസം ആരാണ് ജോയിൻ ചെയ്യുക? സി നമുക്ക് ജോയിൻ ചെയ്യും അല്ലേ. അപ്പം 6ാമത്തെ ദിവസം A+B+C ആണ് വർക്ക് ചെയ്യുന്നത്. എയ്ക്കും ബിക്കും സിക്കും കൂടെ മൊത്തത്തിൽ 6 + 4 + 3 11 വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അന്ന് 7 വർക്കേ ഉള്ളൂ. അപ്പോൾ 7/11 വർക്ക് A+B+Cയും കൂടെ 6ാമത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ 6ാമത്തെ ദിവസം ഫുള്ള് വേണോ? വേണ്ട. 11 വർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഫുൾ ഡേയ്സ് കംപ്ലീറ്റ് 11 വർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആ 6th ഡേ ഫുള്ള് വേണമായിരുന്നു. പക്ഷെ നമുക്കിവിടെ അപ്പോൾ എന്ത് മതി? 5 ഡേയ്സും പിന്നെ 7/11, അതായത് 5 7/11 ഡേയ്സ് മതി ഈ 3 പേർക്കും കൂടെ ഇതുപോലത്തെ ഈ ഒരു രീതിയിൽ. അതായത് ഓരോ തേർഡ് ഡേയ്സ് സി വന്ന് ജോയിൻ ചെയ്ത് 5 7/11 ഡേയ്സ് കൊണ്ട് ഈ 3 പേർക്കും കൂടെ ഈ 60 വർക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഈ എഫിഷ്യൻസി വരെ ഇത്ര ഓക്കെ അല്ലേ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓരോ 3ാമത്തെ ദിവസം മാത്രം സി ജോയിൻ ചെയ്യുവാണെങ്കിൽ അത്ര ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ആകുമെന്ന്. അപ്പോൾ ആദ്യത്തെ 2 ദിവസം A+B ഒറ്റയ്ക്കാണ് വർക്ക് ചെയ്തത്. എയുടെ എഫിഷ്യൻസി 6ഉം ബിയുടെ എഫിഷ്യൻസി 4ഉം. അപ്പോൾ 10 2 ദിവസം കൊണ്ട് 20 വർക്ക് അവർക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. 2 ഡേയ്സിൽ 20 വർക്ക് കംപ്ലീറ്റ് ആയി. 3ാമത്തെ ദിവസം എയും ബിയും സിയും കൂടെ വന്നു. 3ാമത്തെ ദിവസം എയും ബിയും സിയും കൂടെ വന്നപ്പം എത്രയാണ്? 13 വർക്ക് അവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇവിടെ 33 വർക്ക് മൊത്തത്തിൽ കംപ്ലീറ്റ് ആയി. ബാലൻസിന് എത്ര വർക്ക് ഉണ്ടായിരുന്നു? 27 വർക്കും കൂടെ ബാലൻസിന് ഉണ്ട്. അപ്പോൾ നമ്മൾ 4th ഡേയും 5th ഡേയും A+B തന്നെയല്ലേ ചെയ്യുന്നത്. 6th ഡേ മാത്രമല്ലേ സി വരൂ. അപ്പം 4th 5th അതായത് 5 ദിവസങ്ങളിൽ 5 ഡേയ്സ് കൊണ്ട് ഈ 20 + 13 + ഈ 5ാമത്തെ ദിവസം എത്ര വർക്ക് ചെയ്യും? A+B എന്ന് പറയുന്നത് എത്ര വർക്ക് ചെയ്യും? 20 വർക്ക് ചെയ്യും അല്ലേ. 2 ദിവസം കൊണ്ട് ചെയ്യുന്നത് 20 വർക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ ഇപ്പം 53 വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ബാലൻസ് ഉള്ളത് വെറും 7 വർക്ക്സ് മാത്രമാണ്. പക്ഷേ 6th ഡേ സി ജോയിൻ ചെയ്യുന്നത് കൊണ്ട് എയും ബിയും സിയും കൂടെ അവിടെ വർക്ക് ചെയ്യും. എയും ബിയും സിയും കൂടെ വർക്ക് ചെയ്ത ടോട്ടൽ 11 വർക്ക്സ് വർക്ക് ചെയ്യും. പക്ഷെ നമുക്ക് ആകെ 7 മതി. അതായത് 7/11 ആണ് ആ 6th ഡേ വർക്ക് ചെയ്യുന്നത്. അതായത് ആ മൊത്തം ദിവസം വേണ്ട. അപ്പോൾ ടോട്ടൽ വേണ്ട ദിവസം 5 7/11 ഡേയ്സ്. ഇതൊക്കെ അല്ലേ. ഇത്രയും നേരം നമ്മൾ ഈ എഫിഷ്യൻസി വെച്ച് ടൈമായിരുന്നു നമുക്ക് തന്നത്. പിന്നെ നമ്മൾ എഫിഷ്യൻസി കണ്ടുപിടിച്ചു. അങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഈ 2 പാർട്ടിലും സോൾവ് ചെയ്ത് പോയത്. ഇനി നമുക്ക് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എഫിഷ്യൻസി കമ്പാരിസൺ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. അതായത് ഇപ്പോൾ എ എന്ന് പറയുന്നത് ബിനേക്കാളും ഇത്ര % എഫിഷ്യൻറ്റ് കൂടുതലാണ് അല്ലെങ്കിൽ കുറവാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റും? അതാണ് നമ്മൾ അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.